ചേട്ടാ ആർക്കെങ്കിലും ബീർ വേണമെന്ന്? നല്ല ടേസ്റ്റ് ബീർ. ഇതാർക്കും അറിയാത്തൊരു ദിവ്യ ഔഷധമാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് പോവും. മഹാവൈദ്യം പറഞ്ഞിട്ട് മരുന്നാണ്. ഇന്ന് ഉച്ചക്കില്ലേ പൊറോട്ട കഴിച്ചു കേട്ടോ. തഞ്ചങ്കാണിലാണ് ഇത് കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് പോകുന്നുണ്ട്. പൊറോട്ട കഴിച്ച് കഴിഞ്ഞപ്പോല്ലേ ഭയങ്കര ഒരു ഇത് ചെറിയ ഉള്ളി തക്കാളി ചതക്കാനുള്ളതല്ല കേട്ടോ, വെളുത്തുള്ളി. അപ്പോൾ നമ്മളിന്ന് എന്താണ് ഇഞ്ചി വെളുത്തുള്ളി വേറെ വേറെ ചതക്കട്ടോ, രണ്ടും മിക്സ് ആവരുത്. വൈകുന്നേരം എന്ത് അതിന് ആ ചൂലിന് വിലയുണ്ടമ്മ, മറ്റേ ചൂലിൻ്റെ കാട്ടിലും. അപ്പോൾ പോവാതിരിക്കാൻ വേണ്ടി അത് നന്നായി ഉള്ളൂ ചേട്ടാ. മറ്റേത് ചൂല് വാങ്ങിക്കഴിഞ്ഞാൽ എത്ര വേഗാന്നറിയാം ചൂല് കേടുവരും. ഓളങ്ങളൊന്നുമില്ല, ഓളക്കാരൊക്കെ അഡ്മിറ്റ് ആയി കിടക്കാനില്ല. ന്യൂസില്ല, സുഖനില്ല, വാവല്ല. വാവയ്ക്ക് പനി കൂടി അല്ലേ? വാവയ്ക്ക് പനി കൂടി, സുഗന്യക്കും പനി കൂടി, ഒക്കെ ഗ്ലൂക്കോസ് കയറ്റി. പിന്നെ അങ്ങനെ രാത്രി അവളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടോ. ആൾക്ക് നല്ല പനി അത്രേ. അതേപോലെ കുഞ്ഞുണ്ണിക്കും. അനിയപ്പം ഒന്ന് നീച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തല്ലോ ഒരു പനി പിടിച്ചപ്പോഴേക്ക് രാവിലെ പനി, രാത്രി അല്ലേ? രാത്രി പനി പിടിച്ച പിറ്റത്തെ രാത്രി അവൾക്ക് തലേദിവസം ഉണ്ടേ ഹോസ്പിറ്റലിൽ കൊണ്ട് കടത്തി അഡ്മിറ്റ് ആക്കിയതല്ലേ. അല്ല, ഞാൻ ഇന്നലത്തെ ജലദോഷം കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പനി. ഏട്ടൻ ഇന്നലെ ഗുളിക കഴിച്ചു, ഞാൻ ഇന്നലെ ഗുളിക കഴിച്ചു. ഒന്ന് ഉച്ചയ്ക്ക് അത് അപ്പം തന്നെ ആ ഗുളിക കഴിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. അതന്നെ നല്ലത്. അതുകൊണ്ട് എന്തായി, ആ വഴി അത് അങ്ങോട്ട് പോയി കിട്ടി. അത് ചർച്ച മതി. ആ വഴി പോയതൊന്നുമില്ല, പോയിന്ന് പറയാനായിട്ട്. എനിക്കൊക്കെ നല്ല തലവേദന ഉണ്ടിട്ടെന്ന്. എന്താ, ഞാൻ ഉച്ചയ്ക്കാണെങ്കിൽ ഞങ്ങൾ പാലക്കാട് പോയി കഴിഞ്ഞ് വന്ന് കടന്നിട്ട് 4:20 ബസ് വന്നിട്ടാണ് നീച്ചക്കണത്. അപ്പം നോക്കുമ്പോഴോ കണ്ണും പിഴിയണില്ല. നീച്ച് നോക്കുമ്പോൾ നല്ല മഴ പെയ്തും കൊണ്ടേ ഇരിക്കുക. പാലാണ് വെച്ചാൽ അവിടെയാണ്. അപ്പോൾ കുട ഒന്നും ഉണ്ടായിരുന്നതാ. അയ്യോ, ചൂടിന് ഒരു കുറവില്ല കേട്ടോ. അത് എടുക്ക, ഇഞ്ചി എടുക്ക്. വെണ്ണ പോലെ ഒന്നും വേണ്ട, ചതച്ചാ മതി. പക്ഷെ എനിക്ക് മഴക്കാലത്ത് ഒരു ഇതൊന്നും വന്നില്ല. എന്തേ ഇതില് അരക്കാന്നമ്മ ഏട്ട കാണിച്ചു കൊടുക്കുന്ന ഏട്ട അരക്കണത്. അരക്കേ അതമ്മ അത് ചെയ്ത് ഇതാക്കാത്ത കൊണ്ടാണ്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചമ്മന്തി അരക്കുക. ഉണക്കമുളക് ഉള്ളി ഇട്ടിട്ടില്ലേ, അപ്പയ്ക്കും അരയ്ക്കുക. നമ്മുടെ മുട്ടിപ്പാത്തി എത്ര ഉണ്ട്? മുട്ടിപ്പാത്തിയിൽ നമ്മൾ ചമ്മന്തി അരക്കുക എങ്ങനെ? അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ തന്നെ മുട്ടിപ്പാത്തിയിൽ അരയ്ക്കണ പോലെ നമ്മൾ കയ്യിലും കൊണ്ട് ഇങ്ങനെ ഉടയ്ക്കല്ലേ ചെയ്യുക. ആ ചമ്മന്തി അരയ്ക്കാൻ സൂപ്പറാ ചേട്ടാ. അല്ല, നമുക്ക് മറ്റേനാട്ടിലും നല്ലതാ. അത് വലുത് കൊണ്ട് നിരക്കി എത്ര നേരം മെനക്കെടണം. അത് വലിയ പരിപാടിക്ക് പറ്റും. ഇതിന്റെ വലുതുണ്ടായിരുന്നോ? എന്തിനാ വലുത് പറഞ്ഞിട്ട്? നമുക്കിപ്പോൾ ചെറുത് പോലെ എന്തെങ്കിലും ഒരു ചമ്മന്തി അരയ്ക്കാനോ ഇതേപോലെ കുത്താനോ ഇതിനൊക്കെ തന്നെ നല്ലത്. ഇതന്നെ നല്ലത്. അജിയേട്ടൻ്റെ അവിടുത്തെ അമ്മിക്കല്ല് ഉണ്ടോ? അതിലൊരു ചമ്മന്തി അരക്കി എങ്ങനെ? അത് അമ്മയ്ക്കത് ചെയ്യാത്ത കൊണ്ടാണ്. മറ്റേത് എവിടെ നീ ഉഷാറാവ്. പേടിച്ചിട്ടും പഠിച്ചിട്ടൊക്കെ ഇരുന്നാലും പേടിച്ചിട്ട് അവൾക്ക് ഭയങ്കര പേടി. ആർക്കാം? അച്ചൂനല്ലേ? ഉണക്കമുളകും പുളിയും ചെറിയ ഉള്ളിയും പാടിട്ടിട്ട് ചമ്മന്തി അരക്കില്ലേ? അങ്ങനെ ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ തോണ്ടിട്ട് നല്ല ടേസ്റ്റ്. മരത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി തരാ പറയുന്നുണ്ട്. പൈസ മര്യാദ പൈസ ചെക്കന്മാർക്കുണ്ടായിരുന്നു. നോക്കും ചോദിക്കുമ്പോൾ കുറച്ചായിട്ടേ അറിയാം.
അത് നല്ല അത് അതില് രുചി അതിലാണ്. ഇതത്തേക്കാട്ടിൽ രുചി മരത്തിലുണ്ടാക്കുന്നതാണ്. അതിപ്പോൾ എത്ര പ്രാവശ്യം ഇപ്പോൾ പറയണ വെച്ചിട്ടാ അവസാനം മില്ലിൽ പോയിട്ട് വാങ്ങേണ്ടി വരും. അത് അന്ന് ഇവിടെ ഇങ്ങനെ തേക്കിൻ്റെ ഒക്കെ നല്ലതുണ്ടായിരുന്നേ. അത് കുട്ടികൾ അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് കെനാലിലൊക്കെ കൊണ്ടിട്ടൊക്കെ നാശമാക്കിയത്. ചിലതൊക്കെ നമ്മൾ ഇവിടെ അവിടുത്തെ കട്ടിലയുടെ മരത്തുണ്ടിട്ടാണ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. എത്ര പോകുന്നത് നല്ല തേക്കിൻ്റെ ഉണ്ടാകുന്നത്. സാമ്പാറിൻ്റെ കൂടെയൊക്കെ അല്ലേ ഒന്നുമില്ലാത്തപ്പോഴൊക്കെ ഒരു ചമ്മന്തി അരക്കണം അല്ലേ, അരിമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ട്. ഞാനിടയ്ക്ക് ഇവിടെ അരയ്ക്കും. എന്നിട്ട് പ്ലാവിൻ്റെ അരച്ച പ്രത്യേക പ്ലാവിൻ്റെ മറ്റേ കള്ളിപ്ലാവിലൊക്കെ അരച്ച് നല്ല ടേസ്റ്റാണ്. ഈ മരത്തിൻ്റെ അവിടെ കോങ്ങാടുണ്ടാകുന്നു. കൊച്ചു കൊച്ചു നോക്കുമ്പോൾ പാത്രത്തിൻ്റെ ഷേപ്പിലെ സാധനം. അപ്പോൾ അത് കണ്ടപ്പോൾ അത് വേണ്ട പറഞ്ഞു. അത് കാണാൻ എന്താ 4 ഒരാഴ്ച മരം തേക്കും അത്രയ്ക്ക് ഉണ്ട്. ഇങ്ങനത്തെ ആണെങ്കിൽ കുറേ കാലം നിൽക്കുകയും ചെയ്യും, കാശിക്കും ഭംഗി ഉണ്ടാവും. മരം അതൊക്കെ അവിടുത്തെ ഇപ്പോഴത്തെ അതിന് പമ്മിക്കുട്ടിയൊക്കെ തന്നെ കാണാനില്ല. അത് അവിടെ തന്നെ ഉണ്ടാകും. അത് ബുദ്ധിമുട്ട് അങ്ങനെ വെച്ചെടുക്കില്ലേ. ഇത് നല്ല ഇതാണ്. നമ്മള് എന്താ ചിരട്ടക്കൈയിൽ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടാ, ചിരട്ടക്കൈയിൽ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതന്നെ പറഞ്ഞു, ഞാൻ പോയി നോക്കിയോടെ. അത് വട്ടത്തില് അത് കാണാനൊരു ചന്തല്ല. മുട്ടിപ്പാത്തി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കട്ടിയിൽ കുറച്ചൊരു വലിപ്പത്തിൽ വേണം. മേമടോടത്തൊക്കെ ചതല് പിടിച്ച് പോവുക ചെയ്തു തോന്നുന്നു. എന്താണെന്നറിയില്ല, അതിനൊരു വില കൊടുക്കാണ്ടാണ് ചന്തക്കുറവ് തോന്നിട്ട്. ഉള്ളിയൊക്കെ വാട്ടിട്ടോ. ഇനി മുളക് പൊടി, മല്ലിപ്പൊടി. എന്താണോ സൗണ്ട് അവിടെ ടി വി ചെയ്യുന്ന സൗണ്ട് ഇങ്ങോട്ട് അലക്കുന്നു അല്ലേ? സതിയേട്ടനാവും. കുട്ടികളും കൂടി ഇല്ലല്ലോ. കുട്ടികളവിടെ ചെക്കന്മാരവിടെ. തക്കാളി ചിക്കൻ ചാറായിട്ട് വെക്കാല്ലേ, വേറെ കറിയില്ലല്ലോ. പപ്പടം ഉണ്ടല്ലോ, പപ്പടം കഴിച്ചു. തക്കാളി സുഗന്ധില്ലാത്തോണ്ട് ഒന്നുമില്ലല്ലേ. സുഗന്ധില്ലാത്തോണ്ട് ചെറിയില്ല, പൊന്നൂസ് ഇല്ലാത്തോണ്ട് ബഹളല്ല. അങ്ങോട്ട് ചിരിച്ചോളി, അങ്ങോട്ട് നല്ല. ഞാൻ പ്രാന്ത് പിടിച്ച പോലെ ഒറ്റയ്ക്ക് ചെറുക്കേണ്ടി വരും. ചിരിച്ചോളി. ഓ നല്ല രസം ഉണ്ടാവോ. എന്താ ഇവിടെ നിന്ന് കൊറേ ചിരിച്ച എന്താ? ഇന്നലെ രാത്രി ഞങ്ങളുടെ കൂടെ ഉറങ്ങിയതാണേ. പൊന്നൂന് ഉറക്കത്തിൽ കൊണ്ടുപോയതല്ലേ? അതിനെ പറയണേ. ഇല്ല, അതെ. മേമയുടെ അടുത്ത് ഇരുന്നപ്പോഴാണ് നീച്ച. എന്റെ അടുത്ത് നിന്ന് പോകുമ്പോ നീച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങള് രണ്ടാളും കടക്കുമ്പോ നടുക്കിൽ വന്നിട്ട് അച്ഛ അമ്മ കടക്കാണ്, വേറമ്മല്ലേ, വേറമ്മ ടാറ്റ പോയി. അപ്പോൾ വേറമ്മ പോയി, നിനക്ക് സങ്കടം ഉണ്ടോ? ഇല്ല, അമ്മല്ലേ അവൻ്റെ ആ വർത്താനം കേൾക്കണ്ട. അമ്മല്ലേ. എന്താ സുകന്യനെ മേമാന്ന് വിളിക്കും, എന്നെ അമ്മാന്ന് വിളിക്കും. ഇപ്പം എന്നിട്ട് കെട്ടിപ്പിടിച്ച് കടന്ന് അങ്ങനെ. അവൻ ആദ്യമായിട്ടാണ് കേട്ടോ രാത്രി എൻ്റെ കൂടെ കിടക്കണത്. പകല് കിടക്കും, പക്ഷെ രാത്രി വാശി പിടിച്ചിട്ട് ആദ്യമായിട്ട് കിടക്കല്ലേ, വീട് മാറിയിട്ടൊക്കെ ആദ്യമായിട്ട് കിടക്കല്ലേ. അവ എത്ര ദിവസമായി കിടക്കണം പറയുന്നു അച്ഛനടുത്ത്. എത്ര ദിവസമായിട്ട് പോണില്ല, ഞാൻ ഇവിടെ കിടക്കണ. അത് ഊണയിക്കുമ്പോഴേ പറയും, ഞാൻ ഇവിടെ കിടക്കണ്, ഞാൻ പോണില്ല. അതിന് 11 ഒരു ദിവസം രാത്രി അമ്മ 11:30 മണിയായപ്പല്ലേ, 11:30 മണിയായിക്കണോ, വാതില് വന്നിട്ട് കൊട്ട് തന്നെ. ഞങ്ങള് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വാതിൽ വന്ന് കൊട്ടിയിട്ട് കരഞ്ഞിട്ട് കുട്ടി അമ്മ വിളിക്കന്നെ. വേഗം പോയി തുറന്ന് നിന്നിട്ട് പിന്നെ കുറേ നേരം കളിച്ചിട്ടാ കുട്ടി പോയത്. നേരെ വെളുക്കുമ്പോഴേക്ക് എണീറ്റ നേരെ കണ്ണും കൂടി മുഴിക്കാണ്ട്. അവർക്കിപ്പോ എന്താ എങ്ങനെ പറയാ, അവരുടെ സ്വന്തം അവിടത്തെക്കാട്ടിലും കൂടുതൽ നേരെ ഇപ്പൊ ഇവിടെയാണ്. അവിടെ പിടിച്ചോണ്ടേ കഴിഞ്ഞാൽ അവിടെ കിടക്കാന്നല്ലാതെ അല്ലാത്ത തന്നെയല്ലേ. കുട്ടികളങ്ങനെ പഠിക്കട്ടെ അല്ലേട്ടാ.
എല്ലാവരും ചളിയാക്കും, മണ്ണാക്കും, പൊടിയാക്കും, ചളി മണ്ണൊക്കെ ആക്കും. എന്താ പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ നമ്മൾ അകറ്റി നിർത്തുകയാണോ ചെയ്യേണ്ടത്? ചളി മണ്ണാക്കണം നോക്കിട്ട് ഇതില് ചൂടുവെള്ളം കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. നമ്മൾ കുറച്ച് അതിപ്പോ ഇപ്പൊ അവിടെ ചളി മണ്ണൊന്നായിട്ടില്ല, അവിടെ വൃത്തിയായിരിക്കില്ല. അവരെല്ലാരും ഇവിടെ കൊണ്ടപ്പോ അവിടെ വൃത്തിയായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അവിടെ ഇങ്ങനെ പൂന്തക്കണ്ടന്മാരായിട്ടുണ്ടാവും. പൂന്തക്കണ്ടം പോലെ ചളിയായിട്ടില്ല, അതിന് അവരവിടെ ഇരിക്കണില്ലേ, അതിനവരവിടെ ഇരിക്കണ്ടേ. 3 പേര് നേരം വെളുത്ത് കഴിഞ്ഞാൽ അവളും ഇവിടെ തന്നെയാവും. ആ സൂര്യ അവര് 4 പേരും ആകെപ്പ അവിടെ സതിയേട്ടൻ മാത്രമേ ഉള്ളൂ പണി മാറ്റി കിടക്കുന്നത്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവനോട് TV കണ്ടിട്ട് അവിടെ ഇരിക്കും. അവള് 9:30 ഇവിടുന്ന് പോകുള്ളൂ. 9:30-10 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകും കിടക്കാൻ. ചോറ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ചോറ് ഇവിടുന്ന് കഴിച്ചിട്ട് അവള് ഇവിടുന്ന് കഴിക്കും, സതിയേട്ടനുള്ള ചോറ് അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് അല്ല അങ്ങനെയൊക്കെ തന്നെ വേണ്ടത്, അല്ലാതെ നമ്മൾ അങ്ങനെയൊക്കെ ആക്കി എടുക്കാനാണ് പാടേ. ഇതിപ്പോ അല്ല സാധാരണ ഇപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ എല്ലാവരും അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇങ്ങോട്ട് ആരോ വരുന്നത്. അപ്പം അത് തുടക്കം തൊട്ടേ അത് ശീലിപ്പിക്കൊണ്ട് ഇപ്പം എന്താ വെച്ചെങ്കിൽ 2 വീട് എന്നുള്ളൊരു നമുക്കില്ല അവർക്കും ഇല്ല ആണ്. അതൊന്നും നമുക്കും വന്നിട്ടില്ല, അവർക്കും അതിനുള്ള ഇട കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ, ആരാന്നൊന്നും പറയില്ല. കൂട്ടുകാരി അവൾക്ക് വീടായി കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ നിന്ന് അത്ര ദിവസം അവർ വീടായി കഴിഞ്ഞപ്പോൾ മിണ്ടൂല്ല, മുറിക്കൂല്ല, വരാനും പാടില്ല, ഇരിക്കാനും പാടില്ല, കുട്ടികൾ തൊടാനും പാടില്ല. പുതിയ വീടായി ഒട്ടുമിക്ക എല്ലാവരും അവസ്ഥ തന്നെ. അവിടെ കയറി ചളിയാവും, ഇവിടെ കയറി ചളിയാവും, അവിടെ തൊടരുത്, ഇവിടെ തൊടരുത്. അത്രയും കടവും കളിയായിട്ട് പൈസ ചിലവാക്കിയിട്ടാകുമ്പോൾ അവരത് ഓട്ടോമാറ്റിക്കായിട്ട് പറയും. പക്ഷേ അങ്ങനെ പറയുമ്പോഴേക്കും എന്താ ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അതിങ്ങനെ 1-ന് 4 പ്രാവശ്യം പറയുമ്പോൾ ആദ്യമൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇങ്ങനെ അവർക്കത് മനസ്സിലായി തുടങ്ങും. അപ്പോൾ എന്താ വെച്ചെങ്കിൽ അവരതിനനുസരിച്ച് ഇങ്ങനെ വരാതെയാവും. അതൊക്കെ തന്നെ പിന്നെ അങ്ങനെ തോന്നിക്കഴിഞ്ഞു. പിന്നെ വീട് അത്ര വൃത്തിയിട്ടിരുന്നിട്ടും കാര്യമില്ല. ചിക്കൻ ഞാൻ എപ്പോഴും വെക്കണ പോലെ തന്നെ കേട്ടോ. ചിക്കന് ഇപ്പോൾ വില ഒന്ന് കുറച്ച് കൂടിയില്ലേ? ചിക്കന് നല്ല വില കൂടി. എന്താ കുറച്ച്? എന്നാ ബീഫ് വാങ്ങിയായിരുന്നു നല്ലത്. ഇപ്പൊ എന്ത് കാരണം കൊണ്ടാണ് 158 രൂപ യുദ്ധം കാരണം ചിക്കന് വില കൂടിയതാണോ എന്നൊക്കെ അറിയില്ല. യുദ്ധം ചിക്കൻ തമ്മിൽ എന്താണ് ബന്ധം? അല്ലാതെ ഒരു കാരണം ഞാൻ കാണില്ല. എന്തായാലും ആൾക്കാർ വാങ്ങും, എത്ര വില ചെയ്യാലും. എന്തിനാ വില കൂടിയത്? എത്ര വില കൂടിയാലും ചിക്കൻ ബാക്കിയാവണമെന്നില്ല. ചിക്കൻ കടയില് കോഴി ഇല്ലായേ ഉള്ളൂ, ദിവസം വിറ്റ് പോകുന്നുണ്ട്. പിന്നെ ചിക്കന്റെ പാർട്സ് നാളെ ഞങ്ങള് ഒരു ദിവസം വാങ്ങിട്ട് വന്നു കേട്ടോ, കല്ലടിക്കോട്ടുന്ന്. 180 രൂപ ഒന്നര കിലോന്. എന്നിട്ട് ഏട്ടൻ എന്നെ ചീത്ത പറഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾ കല്ലടിക്കോട് പോയപ്പോ എന്നാ വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് നേരിക്കുമ്പോ ചീത്ത പറയുന്നതായിരുന്നു ഇവര്. എന്തിനാ എന്നാ കോഴി 1 കിലോ വാങ്ങിയാൽ മതിയായിരുന്നു, ഇത് വാങ്ങണ്ട പറഞ്ഞിട്ട്. കോഴി നല്ലത് അല്ലേ? അതൊക്കെ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. തല്ലും എന്താ തല്ലണ്ടേ? ഏയ് അടി കിട്ടോ? ഏയ് അത് പോത്തുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലാണ് ഒരു രസമുള്ളൂ. പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയോരില്ല. ബാക്കി 6 പേരക്കുട്ടികളുണ്ട്. ബഹളല്ല, ആളുണ്ട് അല്ലേ? അങ്ങനെയാണ്. ഞാൻ ഇന്നലെ കണ്ണനെ വിളിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോ കണ്ണൻ പിന്നെ അവന്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ പോത്തോളി ഒക്കെ ഈ TV ഫോൺ കണ്ടിട്ട് പണ്ടൊക്കെ കണ്ണൻ വന്ന് ഈ തൊള്ളയും വിളിയിട്ട് നടക്കില്ലായിരുന്നു. ഇപ്പൊ കണ്ണൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഫോണിൽ ബുക്കിൽ അവിടെ പോയിരിക്കും. അതുകൊണ്ട് കണ്ണൻ വന്നിട്ട് കാര്യമായിട്ട് ബഹളം. കുഞ്ഞൻ വാവേ ഈ 2 പേരുണ്ട്. വാവ ഉണ്ടെങ്കിൽ ഒരു ബഹളേ ഇല്ല. വാവയല്ല പൊന്നു അല്ല, വാവ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അവനെവിടെയും ബുക്കിൽ TV കണ്ടിരിക്കുന്നതാണ്. വരുമ്പോഴേക്ക് എന്താവും കോലം. ഇന്നലെ ആ ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിയിട്ട് സ്ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ കുത്തിയിട്ടും കിട്ടില്ല, കുട്ടിക്ക് ഇവിടെ കുത്തിയിട്ടും കിട്ടില്ല. ഒരു 5-6 പ്രാവശ്യം കുത്തി. എനിക്ക് കണ്ട സഹിക്കാൻ പറ്റില്ല. ഞാൻ റോട്ടിൽ ഇറങ്ങി നിന്നത്. എവിടെയും കിട്ടില്ല, എവിടെയും കിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടാവുള്ളൂ. ഓ നിങ്ങള് ഏട്ടാ ഇവള് കുത്തുമ്പോ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല, അവള് ചെറുതാവുമ്പോന്ന്. ഞാനപ്പൊ ചിരിച്ച് അടച്ചിട്ടു.
ഞങ്ങൾ കൈകൊട്ടിച്ചിരിക്കുന്നു. അയ്യോ അച്ഛനെ കുത്തിയേ, അയ്യോ അച്ഛനെ കുത്തിയേ, അയ്യോ അച്ഛനെ കുത്തിയേ പറഞ്ഞിട്ട്. അതല്ല രസട്ടോ. അമ്മൂനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂനെ നമ്മൾ ഇതേപോലെ പനിയായിട്ടോ എന്തോ ആയിട്ട് മൂത്രത്തിൽ പഴുപ്പായിട്ട് എന്താ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് കടമ്പഴിപ്പുറം ഗവൺമെന്റിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ മരുന്ന് തരാമെന്ന്. എൻ്റെ ദൈവമേ, ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ. സൂചി കാണുമ്പോഴേക്കും ഇവിടെ ഒറ്റ തൊള്ള പറഞ്ഞിട്ട് അങ്ങോട്ട് തൊള്ളിട്ട് കഴിഞ്ഞാൽ ആ ടൗണ് മൊത്തം അറിയുന്ന രീതിയിൽ തൊള്ളിട് അവർ. എന്നാ അന്ന് എത്രയാകുമ്പോൾ 7-ലോ 8-ലോ 8-ലൊക്കെ. എന്നിട്ട് എന്താ തൊള്ളിടുക, അയ്യോ പറഞ്ഞിട്ട് തൊള്ളിടുക കേട്ടോ. പിന്നെയും എന്താ സൂചി കുത്താൻ കൊണ്ടുപോയപ്പോൾ അമ്മൂന് ഓർമ്മ ഉണ്ടാ കുട്ടി. എന്നിട്ട് അമ്മ പിടിക്കണ്ട 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 അവളുടെ കാട്ടിൽ കണ്ട എന്നിട്ട് കയ്യും കൊണ്ട് തട്ടാൻ പോണു. അവര് എന്നിട്ട് പറഞ്ഞു പല്ല് പറിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് പല്ല് അമ്മൂന്റെ തന്നെ അതിനെക്കൊണ്ട് പല്ല് പറിക്കാൻ കൊണ്ടുപോയിട്ട് ഡോക്ടറിന് തെറി പറഞ്ഞില്ലെന്നുള്ളൂ. അത്രയ്ക്ക് കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട്. അതൊക്കെ ചെറുപ്പത്തിലല്ലേ. ഇങ്ങനെ ഒരു കളിയുണ്ട്. നാളെ രാവിലെ ഇപ്പൊ എന്താ ഉണ്ടാക്കുക? ഇന്ന് രാത്രി കഴിഞ്ഞിട്ടല്ലേ നാളെ രാവിലെ അതുവരെക്കുള്ള സമയമുണ്ട്. അപ്പൊ കിടക്കുമ്പോ ആലോചിച്ച നേരം പുട്ടുണ്ടാക്കി എന്തുണ്ടാക്കും ഏതുണ്ടാക്കുന്നു. ദോശ ഉണ്ടാക്കാനോ? അത് എത്ര നേരം നിക്കണമെന്നറിയോ? അതിപ്പോ കുട്ടികൾക്ക് വയറ് നിറയെ കിട്ടണത് അതൊരാള് 10 എണ്ണമൊക്കെ തിന്നാം. നൂൽപുട്ടും പൊടി ഉണ്ട്. ഇന്ന് പുട്ടനല്ലേ ഉണ്ടാക്കിയത്? ഇന്ന് പുട്ടാണ്. നാളെ റവ ഉണ്ട്, സേമിയ ഉണ്ട്, സേമിയ നൂലുണ്ട്, റവ. അത് ഞാൻ ചാർജ് ചെയ്യാൻ വെക്കുക, അതുകൊണ്ട് ചടപടയുന്നുണ്ടാക്കാം. അത് ചടപടയെ പറഞ്ഞു വെച്ചാൽ അതിന്റെ നൂല് കുറച്ച് വലുതാണ്. ആയിക്കോട്ടെ, നൂല് കുറച്ച് വലുതാണെങ്കിൽ എന്താ 2 4 തിന്നുണ്ടാള് 2 നിൽക്കില്ല. എന്താ കുട്ടികളെ വീഡിയോയിൽ കാണിക്കാത്ത ചോദിച്ചിരുന്നു. കുട്ടികളെ വീഡിയോ കാണിക്കാത്ത എന്താ അതിന്? എന്താ കഴിഞ്ഞോ? അച്ഛൻ്റെ ഒരു മനസ്സിലാവില്ലേ. മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ട് കേട്ടോ മക്കളെ വീഡിയോയിൽ കാണിക്കാത്തത്. അവർക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, വേറെ ചില ആൾക്കാർക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉള്ളതും കൊണ്ട് അല്ലമ്മ, അതും കൊണ്ടാണ്. അച്ഛൻ്റെ അവൾ എന്തായാലും വെക്കേഷൻ കഴിയുമ്പോഴേക്ക് ഇത് ഒരു നല്ലൊരു ചിത്രമായിട്ട് നമ്മൾ ഇവിടെ വെക്കും അല്ലേ. വേറെ ഒന്നിനും വിളിച്ചാലും ഉപ്പ് നോക്കുകയും ചെയ്യും. കിച്ചട്ടനോ? കിച്ചുവിന് ഇപ്പം അങ്ങനെ അത്ര ഒരു പൊരിച്ചിലില്ല. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയാ കിച്ചു. കിച്ചുവിന് എൻ്റെ എപ്പോഴും പറയും അമ്മ അച്ചാറുണ്ടാക്കി വെക്കും, തോനെ അച്ചാറുണ്ടാക്കി വെക്കും. ഇപ്പോൾ എത്ര പ്രാവശ്യം ഉപ്പും എരിവൊക്കെ ഉണ്ടോ? വെന്തക്കണോ? ഉപ്പ് എരിവൊക്കെ ഉണ്ടോ? മതിയോ? നീ കുരുമുളക് പൊടി ഇടണോ? എൻ്റെ ഞാൻ എപ്പോൾ കറി വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടാവും കേട്ടോ. പക്ഷെ അത് എൻ്റെ അടുത്ത് രുചി നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ രുചിയൊക്കെ വേറെ ലെവലാ. ഇപ്പോഴത്തെ വരില്ല, ഇപ്പോഴത്തെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്നാന്നുണ്ട്. അനിയേട്ടന് വെറും ഉപ്പും മുളകൊന്നും നോക്കണ്ട. എന്താ നല്ല രസമുണ്ടല്ലോ പാട്ട്. മതിയില്ലേ? നേരൊക്കെ കൂടി വന്ന് നോക്കുമ്പോ എല്ലാവർക്കും കൂടി പനി പിടിച്ചതിലെ പെട്ടെന്ന് എല്ലാവർക്കും പനി പിടിച്ചതിൽ ഉഷാറും ആഘോഷം ഒക്കെ മങ്ങിയെ കൊണ്ട് എല്ലാ കുട്ടികൾ വരുമ്പോ അമർത്തേണ്ടതാണ്. ഇപ്രാവശ്യം എല്ലാവർക്കും വെയ്യാതെ, എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടം ഉള്ളവർക്ക് വെയ്യാതെ, അല്ലെങ്കിൽ എരിവ് കുറച്ച് കമ്മിയില്ലേ ഒന്നുകൂടെ പൊലിവാവുണ്ടാണ്. അവരിപ്പോൾ എന്താ കൊല്ലത്തിൽ 1-2 പ്രാവശ്യമൊക്കെ വരും. വരുമ്പുള്ളത് സന്തോഷമായിട്ട് പോട്ടെ. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അല്ലേ ഈ വീട്ടിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഇവരൊക്കെയാണ് പറഞ്ഞാൽ വെച്ചാൽ വീട്ടിൽ പോയി കഴിഞ്ഞു വെച്ചാൽ ഇറച്ചി മീനും വേണമെന്നല്ലേ പറയുക. അമ്മമ്മയുടെ എന്താ മത്തി വറ്റിച്ചത്, ഉണക്ക മത്തി വറ്റിച്ചത്, അമ്മമ്മയുടെ എന്താ രസം, ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ കേട്ടാ. ഇപ്പോൾ ഇറച്ചി മീൻ ഇപ്പോൾ അമ്മ വീട്ടിലത്തെ അമ്മ വരികയാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകും. ഇവർ കഴിക്കണില്ലല്ലോ അവിടെ നിന്ന്. എന്ത് മധുരക്കിഴങ്ങോ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് അങ്ങനെയാണ്. അതന്നെയാണ് ഇപ്പൊ അവർക്ക്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പത്തെ മക്കള് പണ്ടൊക്കെയാണ്
വിരുന്ന് പോകുമ്പോ ഇന്ത്യയൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് പോകുമ്പോഴല്ലേ ഇപ്പൊ നമുക്കിപ്പോ അല്ല നമ്മളിവിടെ ഇപ്പോഴല്ല നമ്മള് പൊതുവെ ഇറച്ചി മീൻ കുറച്ച് കൂടുതലുള്ളവരാണ്. മീനിനോട് മാത്രം കുറേ ആയിട്ട് മീൻ മാത്രം ശരിയാവില്ല. ഇറച്ചിയൊക്കെ നമ്മളെപ്പോഴും വാങ്ങണതാ. ഛർദ്ദിക്കാൻ വരും. അപ്പൊ മീനിനോട് വലിയ താല്പര്യമില്ല. ഇറച്ചി അത് വീട്ടിലത്തെ അമ്മയൊക്കെയല്ലേ അമ്മ ഇവിടെ വന്നിട്ട് ഇറച്ചി വാങ്ങിട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട ഇത് കണ്ട് മടുപ്പായി, എനിക്കിത് വേണ്ട പറഞ്ഞിട്ട് കഴിക്കേ ഇല്ല. അപ്പൊ തുള്ളി മോര് കൂട്ടാൻ, മോരോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് അമ്മ ഒന്നുമില്ലെങ്കിൽ ചമ്മന്തി ഇറക്കി, ദിവസം ഇതന്നെ കണ്ടിട്ട് മടുപ്പാവുക എനിക്ക് പറയും. പപ്പടം ഈ ഗ്യാസ് അടുപ്പുന്നില്ലേ ഇങ്ങനെ എർത്ത് വരിക. ഇതിങ്ങനെ ഒരു എർത്ത് ഇട്ട് അത് ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നമ്മുടെ ഷോക്കടിക്കണ പോലെ. അപ്പം അതൊന്ന് നേരെയാക്കി. എന്താ മുട്ടി പറഞ്ഞത്? അത് എന്തോ അതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടാണേ അത് തിളച്ച് പോരുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പൊ ആ തിളച്ചു പോകുന്നതാണ് പ്രശ്നം. അത് പാലൊക്കെ കാച്ചും പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ അതിൻ്റെ ഉള്ളിലേക്ക് തിളച്ച്. അതെ ഒന്നും ചെയ്തില്ലേ? ഇതെന്ത് എർത്തിങ്ങനെ നമുക്ക് ആകെ ഒരു ഇടങ്ങാറ് തോന്നിയിട്ടോ. പാല് തിളച്ച് പോകാൻ പാടില്ല, അതേപോലെ ചൂടോടെ അത് തുടയ്ക്കാൻ പാടില്ല. മെയിൻ പ്രശ്നം ഈ രണ്ട് ഹോളുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഞാൻ ഇവരോട് ഗ്യാസ് വരുന്ന ഭാഗം ആയിരിക്കും ഇറങ്ങരുത് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതിന് ഇവര് തിളപ്പിക്കുമ്പോൾ അതൊന്നും നോക്കണ്ടല്ലോ. വാറണ്ടി ഉള്ളതാണ് ചേട്ടാ. വാറണ്ടി ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ വിളിക്കേണ്ടി വരേണ്ടി വരും. അല്ല നോക്കാ പറയാം. ഇതിപ്പോൾ വാറണ്ടി ഉണ്ടായാലും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാറായുമാ ചെക്കന്മാർക്ക്? സമയം എത്രയാ മുട്ടി നോക്കേട്ട? സമയത്ത് 8 ഒരു 8:30 ഇട്ടല്ലേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെയാണ്. മീനുണ്ടായിരുന്നു ഒന്നാള്. പിന്നെ സ്പെഷ്യലൊന്നും വലിയ സന്തോഷമൊന്നുമില്ല. സ്പെഷ്യൽ മക്കള് വരുമ്പോ ഒന്ന് ചെറിയ പിടിക്കാൻ പാകത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. പച്ചക്കറി ഇഷ്ടാട്ടോ. അമ്മൂട്ടി ഇന്നലെ പറഞ്ഞിരുന്നു സാമ്പാർ വെച്ചാൽ മതി അമ്മ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ സാമ്പാർ വെച്ച. അമ്മൂന് കുറച്ച് ദിവസമായിട്ട് സാമ്പാർ കൂട്ടാൻ. ഇപ്പം എന്താ വെച്ചാൽ ഈ മാങ്ങക്കൂട്ടാൻ ഉണ്ടെങ്കിൽ മാങ്ങക്കൂട്ടാൻ തന്നെ കുട്ടികൾക്ക് പുതിയ ബാറ്ററി പഴയ ബാറ്ററി ഇട്ടിട്ട് അപ്പോൾ മാങ്ങക്കൂട്ടാനില്ലേ അത് ഉണ്ടാവും. അപ്പം ഇന്നലെ സാമ്പാർ വെക്കാൻ പറഞ്ഞ് സാമ്പാർ വെച്ചു. അമ്മു വെണ്ടയ്ക്കും മുരിങ്ങക്കായും മാത്രം ഇട്ടിട്ട് സാമ്പാർ വെച്ചാൽ നല്ല ഇഷ്ടം അവൾക്ക്. തോനെ കായവും പുളിയും. പച്ചക്കറി വെളുത്തേക്ക് 3 ഉണ്ട്. നാടൻ കായാണ്. കാരണം എന്താ മൂത്തിട്ട് തോന്നുന്നത് മണ്ണുള്ളതാണ്. അപ്പോൾ ഞങ്ങളില്ലേ ഞങ്ങളുടെ വിശേഷം നിർത്തുകയാണേ അല്ലേ? നാളെ നല്ല അമ്മ എന്താ ഒടിഞ്ഞു തൂങ്ങി ഇങ്ങോട്ട് പറഞ്ഞ അമ്മയ്ക്ക് വെയ്യാട്ടോ. അവരുടെയൊക്കെ പനിയുടെ ഒരു കോളൊക്കെ പനിയുടെ ഓളം വെട്ടിപ്പ് എല്ലാവർക്കും ഉണ്ട്. എനിക്കൊക്കെ തലവേദന എടുത്തിട്ട് നമ്മൾ പാരസെറ്റമോൾ 650 കഴിക്കുക. ഇന്നലെ അലർജിയുടെ ഗുളിക കഴിച്ചിട്ട് കേട്ടോ മേത്തു കൂടെ മൊത്തം ഈ പൊള്ളം പോലെ കേട്ടാ. ഒരു പനി തന്നെ ഒരു 1.5 പനിയാണ് എന്തായാലും. എന്ത് പനിയാണോ അത്?
പനിയൊക്കെ വേഗം മാറട്ടെ. പനിച്ച് കിടക്കാൻ പോയവരൊക്കെ വേഗം പനി മാറി വരട്ടെ. പനിച്ചൂടാണ്. ഇപ്പം എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.